ഇന്ന് നമുക്ക് ഒരു സ്ലൈറ്റ്ലി ക്രഷ്ഡ് സിൽക്കിൽ വന്നിരിക്കുന്ന ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 2280 ഈ സാരിയുടെ പ്രത്യേകത നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് 1 ലെയർ ഇടണമെങ്കിൽ 1 ലെയർ ഇടാം, നല്ല പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ പ്ലീറ്റ് ചെയ്തിടാം. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് ആപ്ലിക് വർക്ക് നല്ലൊരു ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസും ഇതിൻ്റെ ഡിസൈൻസും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ഗ്രീനിലേക്ക് വരുന്ന ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെയാണ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക്, ചെറുതായിട്ടൊരു ക്രഷ്ഡ് ഫീലിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് 1 ലെയർ ഇടണമെങ്കിൽ 1 ലെയറും ഇടാം. ഒട്ടും ഇങ്ങനെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നില്ല. സാരി നമ്പർ 1 ആണ്. ഇതെല്ലാ സാരിക്കും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത്. അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ആപ്ലിക് വർക്ക് അല്ല കേട്ടോ. ഇത് ആപ്ലിക് വർക്കിൻ്റെ അതേ ഷേപ്പിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിലും മുന്താണിയിലും എല്ലാം ഈ ഒരു ആപ്ലിക് വർക്ക്. ഇതിനകത്ത് ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും നല്ല സാരീസാണ്. 2280. നമുക്ക് ആപ്ലിക് വർക്കിൻ്റെ സാരി നമ്മൾ ഫുൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല റേറ്റ് ആവും. പക്ഷേ അത് ആപ്ലിക് വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ അത് കിട്ടുന്നത്. 2280. അടുത്ത വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു സാരി. ഇത് അതും അതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം പാറ്റേൺ ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരി. ആപ്ലിക് വർക്കിൻ്റെ കളറ് ആ കളർ എല്ലാത്തിനകത്തും സെയിം തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വരുന്നതുകൊണ്ട് നല്ലൊരു റിച്ച് ലുക്ക് തോന്നും. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് ശരിക്കും ഒരു ആപ്ലിക് വർക്കാന്ന് തന്നെ തോന്നുള്ളൂ. അതേ ഷേപ്പിൽ തന്നെയാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. സാരി നമ്പർ 2 നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ ഈ മെറ്റീരിയൽ. നമുക്ക് ലൈറ്റ് വെയിറ്റ് സാരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് ഫംഗ്ഷന് തന്നെയല്ല, അല്ലാതെ ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് നല്ല സാരിയാണ് കേട്ടോ. സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു പിങ്ക് ലാവൻഡറും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. എക്സാക്റ്റ് പിങ്കും അല്ല, എക്സാക്റ്റ് ലാവൻഡറും അല്ല. ഞാൻ വീഡിയോയിൽ കളർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സാരി നമ്പർ 3 ഒരു പിങ്ക് ലാവൻഡറും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 4 വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 4 ബ്യൂട്ടിഫുൾ യെല്ലോ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോഴും നല്ലൊരു പ്ലസൻറ്റ് പിങ്ക്, നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ടോൺ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരുന്ന കളേഴ്സാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഏത് സാരി ചൂസ് ചെയ്താലും നമുക്ക് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ്. സാരി നമ്പർ 5. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്ലൈറ്റ്ലി ക്രഷ്ഡ് ആയിട്ടുള്ള സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഈ മെറ്റീരിയൽ ഫീൽ ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്